ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒന്നാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നാം ക്ലാസ്സിൻ്റെ ഇൻ്റഗ്രേഷൻ രണ്ടാം ദിവസം അഥവാ ഉത്കൃതനം രണ്ടാം ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഒന്നാം ദിവസം നമ്മുടെ ഇന്ന് കഴിഞ്ഞു. ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്നും അവയുടെ ആൻസേഴ്സ് എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത് എന്നും നോക്കാം. കൂട്ടുകാർ റെഡിയല്ലേ? പ്രവർത്തനം 6 മുതലാണ് തുടങ്ങുന്നത്. പലഹാരമേളയാണ് ആദ്യം. പലഹാരങ്ങൾ തരം തിരിക്കൂ. ഇവിടെ ഒരുപാട് പലഹാരങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ? എന്തൊക്കെയാണ്? ദോശ, വായിക്കാം നമുക്ക്. ദോശ, പുട്ട്, കുഴലപ്പം, പഴംപൊരി, ചപ്പാത്തി, പത്തിരി, നൂലപ്പം, ഓട്ടട, അച്ചപ്പം, കൊഴുക്കട്ട, ഉണ്ണിയപ്പം, ഇലയട. ആവിയിൽ വേവിക്കുന്നവയും ചുട്ടെടുക്കുന്നവയും വറുത്തെടുക്കുന്നവയും തരംതിരിച്ചു വെക്കണേ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ആവിയിൽ വേവിക്കുന്നത് ഏതൊക്കെയാണ്, ചുട്ടെടുക്കുന്നത് ഏതൊക്കെയാണ്, വറുത്തെടുക്കുന്നത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കണം അല്ലേ? അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് താഴെ ഇത് ഒന്ന് എഴുതി കൊടുക്കാം. ആദ്യത്തേത് നമുക്ക് ആവിയിൽ വേവിക്കുന്നവ നോക്കാം. ഏതൊക്കെയാണ്? പുട്ട്, നൂലപ്പം, കൊഴുക്കട്ട, ഇലയട. ഇതൊക്കെ ആവിയിൽ വേവിക്കുന്നതാണ്. ഇനി ചുട്ടെടുക്കുന്നവയാണെങ്കിൽ ദോശ, ചപ്പാത്തി, പത്തിരി, ഓട്ടട. ഇതൊക്കെ നമ്മൾ ചുട്ടെടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഇനി വറുത്തെടുക്കുന്നവയാണെങ്കിൽ പഴംപൊരി, അച്ചപ്പം, ഉണ്ണിയപ്പം, കുഴലപ്പം. ഇതൊക്കെ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൂട്ടുകാർ ഏതൊക്കെയാണ് ആവിയിൽ വേവിക്കുന്ന ഭക്ഷണങ്ങളെന്നും ചുട്ടെടുക്കുന്നത് ഏതൊക്കെയാണെന്നും എണ്ണയിൽ വറുത്തു കോരുന്നത് ഏതൊക്കെയാണ് എന്നുള്ളതും ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. ഇനി വേവിക്കാതെ കഴിക്കുന്ന 2 ആഹാര സാധനങ്ങളുടെ പേരെഴുതുക. എന്തൊക്കെ എഴുതാം? സാലഡ്, തൈര്, ജ്യൂസ്. ഇതൊന്നും നമ്മൾ വേവിക്കില്ല അല്ലേ? വേവിക്കാതെ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളാണ്. അടുത്തത് ഇതിലെ പ്രവർത്തനം 7 ആണ്. ആമിയും അമ്മയും എന്നുള്ളതാണ്. ഇവർ പറയുന്നത് എന്താണ് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ആമിയും അമ്മയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. മോളെ, എല്ലാവരും പലഹാരം കൊണ്ടുവന്നോ എന്ന് അമ്മ ചോദിക്കുകയാണ് അല്ലേ? സോ എല്ലാവരും പലഹാരങ്ങൾ കൊണ്ടുവന്നു. അപ്പം ആമി എന്താ പറയുന്നത്? എല്ലാവരും പലഹാരങ്ങൾ കൊണ്ടുവന്നു എന്ന് പറയും അല്ലേ? എല്ലാവരും പലഹാരങ്ങൾ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. ഇനി അപ്പം അമ്മ ചോദിക്കുകയാണ് എല്ലാവരും എന്തൊക്കെ പലഹാരങ്ങൾ കൊണ്ടുവന്നു എന്ന് ചോദിക്കുകയാണ് അല്ലേ? എല്ലാവരും എന്തൊക്കെ പലഹാരങ്ങളാണ് കൊണ്ടുവന്നത്? അപ്പോൾ ആമി പറയാണ് പഴംപൊരി, ഉണ്ണിയപ്പം, വട, കുഴലപ്പം. ഇതൊക്കെ കൊണ്ടുവന്നു അല്ലേ? പഴംപൊരി, ഉണ്ണിയപ്പം, വട, കുഴലപ്പം, പത്തിരി, ചപ്പാത്തി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും അവിടെ എഴുതാം. ആമി ഏതു പലഹാരമാണ് കഴിച്ചത് എന്നാണ് അടുത്ത ചോദ്യം. ആമി ഏതാ കഴിച്ചത്? ആമി പഴംപൊരിയാണ് കഴിച്ചത്. അപ്പോൾ ഞാൻ പഴംപൊരിയാണ് കഴിച്ചത് അമ്മ എന്നാണ് പറയുന്നത്. അപ്പോൾ പഴംപൊരി തന്നെ കഴിക്കണം എന്നില്ല, ഏത് കഴിച്ചാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരെണ്ണത്തിൻ്റെ പേര് നിങ്ങൾ അവിടെ എഴുതി കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പ്രവർത്തനം. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിലെ 8ാമത്തെ പ്രവർത്തനമാണ്. വിജയ് ആര് എന്നുള്ളതാണ് 8ാമത്തെ പ്രവർത്തനമായിട്ട് വരുന്നത്. കൂട്ടങ്ങൾ ചേർത്ത് സംഖ്യ എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ആമി, ജാനി, മനു ഒക്കെ 3 പേരാണ് ഇവിടെ ഉള്ളത്. ഇതിൽ പച്ച, ചുവപ്പ്, മഞ്ഞ, വെള്ള ഇങ്ങനെ 4 നിറങ്ങളും ഉണ്ടല്ലേ? അപ്പോൾ അതിൽ ചിലവർക്ക് 3 നിറങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. ആമി മാത്രമേ 4 എണ്ണം എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഓരോരുത്തരും എടുത്തിട്ടുള്ളത് എത്രയാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് കൂട്ടി നോക്കിയിട്ട് എഴുതണം. അതിനുശേഷം ആരാണ് വിജയിച്ചത് എന്നും ഏറ്റവും കുറവ് മുത്തു കോർത്തത് ആരാണ് എന്നുമാണ് നമ്മളിവിടെ നോക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ആകെ എത്ര കോർത്തു എന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതൊക്കെ കൂടി കൂട്ടി നോക്കണം അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് ആമിയുടെ കൂട്ടി നോക്കാം. ആമി 10 പച്ച കോർത്തു, 10 ചുവപ്പ് കോർത്തു, അതുപോലെ 10 മഞ്ഞയും കോർത്തു, 3 വെള്ളയും കോർത്തു. അപ്പോൾ എത്രയായി? ഇവിടെ 3, 1, 2, 3, 33 എണ്ണം കോർത്തു അല്ലേ? അപ്പോൾ ഇവിടെ എണ്ണം എന്നുള്ളിടത്ത് നിങ്ങൾ 33, 33 എന്ന് എഴുതി കൊടുക്കുക. ഇനി ജാനി കോർത്തിട്ടുള്ളത് 10 പച്ചയും 10 ചുവപ്പും അതുപോലെ 9 വെള്ളയും മഞ്ഞയുമാണ്. അപ്പോൾ എത്രയായി? ഇവിടെ 9, 2, 1, 2, 29 എണ്ണമായി അല്ലേ? അപ്പോൾ ജാനി കോർത്തിട്ടുള്ളത് 29 എണ്ണമാണ്. ഇനി അടുത്ത ആൾ ആരാണ്? അടുത്ത ആൾ മനുവാണ്. മനു കോർത്തിട്ടുള്ളത് ആദ്യം 10 എണ്ണം കോർത്തു, പച്ച, പിന്നെ 10 ചുവപ്പ്, പിന്നെ 10 മഞ്ഞ. അങ്ങനെ മൊത്തം 30 എണ്ണമാണ് കോർത്തിട്ടുള്ളത്. ഓക്കെ. ഇനി ആരാണ് ഇവിടെ വിജയിച്ചിട്ടുള്ളത്? ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് ആർക്കാണ്? ആമിക്കാണ് അല്ലേ? 33 ഏറ്റവും കൂടുതൽ. അപ്പോൾ നമ്മളിവിടെ ആരുടെ പേരെഴുതും? ആമിയുടെ പേരെഴുതും. ആമി. ഇനി ഏറ്റവും കുറവ് മുത്തു കോർത്തത് ആരാണ്? ഇവിടെ പിന്നെ കുറവുള്ളത് എത്രയാണ്? 29 അത് ജാനിയാണ്. അപ്പോൾ നമ്മളിവിടെ ജാനി എന്ന് എഴുതി കൊടുക്കുക. ജാനി. ഓക്കെ. അപ്പോൾ ഏറ്റവും കൂടുതൽ ആരാണെന്നും ഏറ്റവും കുറവ് ആരാണെന്നും നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? ഇനി നമുക്ക് ഇതിലെ അടുത്ത ചോദ്യം നോക്കാം.
ഇതേ സെയിം ചോദ്യം തന്നെയാണ്, ഇംഗ്ലീഷ് മീഡിയമാണ്. റൈറ്റ് ദ സം ബൈ ആഡിങ് ഈച്ച് സെറ്റ് എന്നുള്ളതാണ്. അത് ഇതേ സെയിം തന്നെയാണ്. അപ്പോൾ അത് കൂട്ടുകാർ ആ പറഞ്ഞത് വെച്ച് ചെയ്തു നോക്കുക. ഇനി 9 വളകൾ ഇടാം എന്നുള്ളതാണ് അടുത്ത പ്രവർത്തനമായിട്ട് വരുന്നത്. 11 വളകൾ 2 കൈയിലുമായി എങ്ങനെയെല്ലാം ഇടാം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ആമി, ജാനി, മനു, റാണി, റയ്യാന്, ജാൻസി ഇത്രയും ആളുകളാണുള്ളത് അല്ലേ. ഇതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം തന്നെയാണ് ഇത്. ഇൻ വിച്ച് വേസ് ക്യാൻ വി വിയർ 11 ബാംഗിൾസ് ഓൺ 2 ഹാൻഡ്സ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇംഗ്ലീഷ് മീഡിയം നോക്കാം അല്ലേ. ഇപ്പോൾ നേരത്തെ മലയാളത്തിൽ നമ്മൾ നോക്കിയത്. അപ്പോൾ ആമി എങ്ങനെയൊക്കെ ഇട്ടിട്ടുള്ളത് ചോദിച്ചാൽ ഒരു കയ്യിൽ റൈറ്റ് ഹാൻഡിൽ 6 എണ്ണം ഇട്ടു, ലെഫ്റ്റ് ഹാൻഡിൽ 5 എണ്ണം ഇട്ടിട്ട് എത്രയായി, 11 കറക്റ്റാക്കി. ഇനി ജാനി ഇടുന്നത് റൈറ്റ് ഹാൻഡിൽ 10 എണ്ണമാണെന്ന് വിചാരിക്കുക, ലെഫ്റ്റ് ഹാൻഡിൽ ഒരെണ്ണവും ഇടുക, 10ഉം 1ഉം എത്രയായി, 11. ഇനി മനു ഇടുന്നത് എങ്ങനെയാണ്, റൈറ്റ് ഹാൻഡിൽ 4 എണ്ണം ഇട്ടു, പിന്നെ ലെഫ്റ്റ് ഹാൻഡിൽ 7 എണ്ണവും കൂടെ ഇട്ടു. 7ഉം 4ഉം എത്രയായി, 7 കഴിഞ്ഞാൽ 8, 9, 10, 11 അല്ലേ. ഇനി റാണി ഇടുന്നത് ഇതിൽ 2 എണ്ണം ഇട്ടു. ഓക്കെ, റൈറ്റ് ഹാൻഡിൽ 2 ബാങ്കിൽ ഇട്ടു. ഇനി ബാക്കി എത്ര എണ്ണം ഉണ്ട്, ബാക്കി എത്ര എണ്ണം ഉണ്ടെന്ന് കാണാൻ എന്ത് ചെയ്താൽ മതി, നമ്മൾ 11ൽ നിന്നും 2 കുറക്കുക. അപ്പോൾ എത്ര കിട്ടും, ബാക്കി എന്ന് പറയുന്നത് 9 എണ്ണം ഉണ്ടാവും അല്ലേ. കാരണം 9ഉം 2ഉം 10, 11 ഇനി റയ്യാൻ ഇട്ടത്, റയ്യാന് റൈറ്റ് ഹാൻഡിൽ എത്ര എണ്ണം ഇട്ടു, ഒരു 3 എണ്ണം ഇട്ടു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡിൽ എത്ര എണ്ണം ഉണ്ടാവും, 8 എണ്ണം ഉണ്ടായിരിക്കും. ജാൻസി ഇട്ടത് ഇവിടെ ഒരു 4 എണ്ണം അല്ല, ജാൻസി ഇവിടെ 5 എണ്ണം ഇട്ടു, ലെഫ്റ്റ് ഹാൻഡിൽ 6 എണ്ണം ഇട്ടു. അപ്പോൾ എത്രയായി, 5ഉം 6ഉം 11. അപ്പോൾ എങ്ങനെ കൂട്ടിയാലും 11 കിട്ടുന്ന രീതിയിൽ നമ്മൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇടാം. അപ്പോൾ കൂട്ടുകാർ എങ്ങനെയാണ് ഇപ്പോൾ ഒരു സംഖ്യ കിട്ടിക്കഴിഞ്ഞാൽ 20 കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ 2 എണ്ണാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ 3 കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, 15 കിട്ടിക്കഴിഞ്ഞാൽ ഏതൊരു സംഖ്യ കിട്ടിയാലും ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നമ്മൾ നോക്കി. അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് എക്സാം എഴുതുക, നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക്